ഒരുപാട് റിസർച്ച് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്ത് ഡിഫൈൻഡ് ആയിട്ടൊരു പീസ് ഇങ്ങനെ വന്നു. സോ ഐ ആം സോ ഹാപ്പി ടു സീ ദാറ്റ്. ഇനി ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇനി നടക്കണം. You must do it in so many places, and I'm so happy that I was able to be here today. അത് വളരെ സന്തോഷം തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആൻഡ് ഒരു പ്രശ്നം ഞാൻ പറയുന്നത് ഈ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ സോ കറേഷ്യസ് ബിക്കോസ് ഡാൻസേഴ്സ് എപ്പോഴും മൂവിനോടിരിക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോലെ അറിയിച്ചു how will she make it, because it's about stillness, right? പക്ഷെ ആ stillnessന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കണമല്ലോ. മൈൻഡിന്റെ ഉള്ളിലും മെമ്മറീസും എല്ലാം when we see someone in a coma, no, they are not there. So there are so many things happening inside. അപ്പോൾ ആ ഒരു ജേർണി, ആ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കും കാണിക്കും. ആസ് എ ഡാൻസർ ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ആൻഡ് congrats for the work on this. കുറെ നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ പ്രൊഡക്ഷനെ കുറിച്ച്. ഒരുപാട് സന്തോഷം. ഇത് ഒരു നല്ലൊരു പീസായിരുന്നു. മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു സംസാരിക്കേണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഗണേഷോടൊന്നും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. പക്ഷെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കോൺഫിഡൻസ് അങ്ങനെ എനിക്ക് തോന്നിയത് മോഡേൺ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ആർട്ടിന്റെ രീതി തന്നെയല്ലേ. നമ്മളത് കണ്ട് മനസ്സിലാക്കുമ്പോഴാണല്ലോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എത്രത്തോളം എനിക്കറിയില്ല. കുറച്ച് എന്തെങ്കിലും പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് കൺവേ ആയി നല്ല രീതിയിൽ. ഒന്നും പറയുന്നില്ല ഞാൻ ഇനി ഇതൊരു തുടക്കമാണ്. അത് ഇതിപ്പോ നിങ്ങളുടെ കയ്യിലൊരു ചെറിയ പീസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ജനത്തിന് ഈ കുട്ടിയെ വളർത്തുക, പ്രോത്സാഹനം കൊടുക്കുക, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഇതിന്റെ വേറെ തലത്തിലേക്ക് പോകാനും ഇനി നല്ലൊരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവട്ടെ. മാത്രമല്ല ഇതുപോലത്തെ ആശയങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് അതിലേക്ക് എത്തിച്ചേരാനും അതിന്റെ ചാനലുകൾ കണ്ടെത്താനും. മാത്രമല്ല ഇനി അടുത്ത പീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് സമകാലികമായിട്ട് ഇവിടുത്തെ പൊതു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോമൻസ് ഉണ്ടാകുന്നതാണ് എന്റെ മാത്രമല്ല കേരളത്തിലെടുത്ത് നിന്നുള്ള മോഡേൺ ഡാൻസിന്റെ പല വ്യക്തികളുണ്ട്. പക്ഷെ അതെല്ലാവരും ചെയ്യുന്ന വർക്ക് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു ആശയത്തിലേക്ക് മാത്രമല്ല അത് പബ്ലിക്കിലേക്ക് നമുക്ക് കുറേ വിഷയങ്ങൾ സമൂഹത്തിലുണ്ട്. ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. കാരണം കലാപരമായിട്ടുള്ള നൃത്തരംഗത്തു നിന്നാണ് നമ്മൾ അധികം ആളുകൾ സംസാരിക്കാത്തത്. നാടകരംഗത്തു നിന്നും മറ്റു മേഖലകളിലൊക്കെ കുറെ വിഷയങ്ങൾ സാമൂഹികമായി സംസാരിക്കുന്നുണ്ട് സമകാലികമായിട്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് എത്തണമെന്നാണ് കലാരംഗത്ത് പ്രത്യേകിച്ച് നൃത്തരംഗത്തുള്ളവർ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എനിവേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ വലിയ സന്തോഷം ഇത്രയും വലിയൊരു ഓഡിയൻസിൽ കാണാൻ വന്നതിലാണ്. പൊതുവെ പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് കാണാൻ ഓഡിയൻസ് വളരെ കുറഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ചും ഡാൻസേഴ്സിന് തിയേറ്റർ രംഗത്ത് ഓൾറെഡി നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. അതിന് പ്രത്യേകിച്ചും പുതിയ ആർട്ടിസ്റ്റ് അല്ല എന്നാലും ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേനും ഇത്രയും ആൾക്കാർക്ക് കാണാൻ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷം. അതിനൊക്കെ താങ്ക് യു. പിന്നെ ലിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ലിന്ന ഒരു കണ്ടംപററി ഡാൻസ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിന്നയിലൊക്കെ ഞാൻ കേൾക്കുന്നത് ലക്ഷ്മി കണ്ടക്ട് ചെയ്ത ഒരു ഓഡിഷൻ ലിന്ന ഓഡിഷൻ ചെയ്തപ്പോഴാണ്. അന്ന് ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, ലിന്ന നമ്മൾ കാണുന്ന ലിന്നയാണ്. ലിന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡാൻസറാണ്. ഒരു സ്റ്റുഡന്റിനെ പോലെ ആദ്യത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തെങ്കിലും ലിന്നയുടെ പൊട്ടൻഷ്യൽ അതൊന്നുമല്ല. അങ്ങനെയാണ് ലിന്നയെ കൂടുതൽ അറിയുന്നത്.
ഇന്നലെ ഇന്ന് വരെ സ്കൂൾ തുടങ്ങി ആദ്യത്തെ പെർഫോമൻസ് ചെയ്തു. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ കുറെ ഡാൻസേഴ്സ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പോയി ഡിഗ്രീസ് എടുക്കുന്നുണ്ട്. എന്നാൽ പെർഫോമൻസസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് യങ് ആർട്ടിസ്റ്റ് പുതിയ പെർഫോമൻസസ് കൊണ്ടുവരുന്നത്. നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോഴത്തേക്കും കുറെ പെർഫോമൻസ് ആണ്, ഒരു ദിവസത്തിന് 4-5 സ്ഥലത്ത് പെർഫോമൻസ് ആണ്. ഞാനൊരു പെർഫോമൻസ് റെഡിയാക്കി ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും, ഞാനൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, വളരെ അഭിപ്രായം പറയും, അടുത്ത ദിവസം അവരെ വിളിക്കും, ഞങ്ങൾ പോകും. ഇങ്ങനെ ഒരു കൾച്ചർ ആക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു പെർഫോമൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ തന്നെ നമുക്കതൊരു വലിയൊരു ഹെക്ടിക് ജോബ് ആയിട്ട് വരും. അപ്പം ശരിക്കും പെർഫോമൻസുകൾ ഉണ്ടാവട്ടെ, എന്താണോ ആർട്ടിസ്റ്റിന് പറയാനുണ്ടാവുന്നത് അതെല്ലാം കോൺഫിഡൻസോട് പറയാൻ സാധ്യതകൾ ഉണ്ടാവട്ടെ. ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ക്ലാസിക്കൽ ആർട്ട് ഫോം പഠിച്ച സീനിയർ ആർട്ടിസ്റ്റ് വരെ നമ്മൾ ആ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ ചൂസ് ചെയ്യുന്നത് ഒരു മിതോളജിക്കൽ സബ്ജക്റ്റോ ഇല്ലെങ്കിൽ അവർ പഠിച്ച ടോപ്പിക്സിൽ നിന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷെ അതിന് തികച്ചും വ്യത്യസ്തമായി ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു സബ്ജക്ട്, മോഡേൺ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുന്ന വലിയൊരു അപ്രിസിയേഷൻ ആണ്. പിന്നെ പീസിനെ പറ്റി പറയാനായിട്ട് കുറെ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള പീസ് ഡാൻസേഴ്സ് ആയിരുന്നു. നമുക്കെല്ലാം നമ്മൾ ആദ്യം 5 മിനിറ്റ് കളിക്കുന്നു, 6 മിനിറ്റ് കളിക്കുന്നു, ഇങ്ങനെ ഇത് കൂടി ഒരു ഹാഫ് അവർ പെർഫോമൻസ്, 1 hour പെർഫോമൻസ്. സോ തികച്ചും ഫുള്ളി നമ്മൾ ആ മൂവ്മെന്റിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വളരെ നന്നായിട്ട് എല്ലാ ഡാൻസേഴ്സും എക്സിക്യൂട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെന്റ് ക്വാളിറ്റീസ് എക്സ്പെരിമെന്റ് ചെയ്തും അത് ചെയ്യുമ്പോഴത്തേനും അതിന് കിട്ടുന്ന എന്താ പറയാ ഒരു ക്രിറ്റിസിസമും അത്ര വലുതാണ്. അപ്പം അങ്ങനത്തെ എക്സ്പെരിമെന്റേഷൻസ് നടക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ അതും ഒരു ബോൾഡ് സ്റ്റെപ്പായിട്ട് ഇവിടെ നമ്മൾ കണ്ടതിൽ മൂവ്മെന്റ് ലാംഗ്വേജ് വളരെ വ്യത്യസ്തമായിട്ടൊരു എക്സ്പെരിമെന്റേഷൻ നടന്നു. സോ ഐ എം വെരി ഹാപ്പി. സോ യെസ്, താങ്ക് യു സോ മച്ച്. Thank you so much, Rana. Namaskar. Very sorry, Limna is a wonderful performance. Ella parayane arilla. Ellaru parayana പോലെ തന്നെ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് നമുക്ക് ഡാൻസിലൂടെ പോർട്രെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം ഇന്ന് വീട്ടില് ഇവിടെ ആക്കാനായിട്ട് ആരുമില്ലായിരുന്നു, അമ്മ സ്ഥലത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് വൈകുന്നേരം പോലും ഇങ്ങനെ 2 വൈകിട്ടാണ് വേണോ എന്തെങ്കിലും പോണോ ഇവിടെ വന്നെങ്കിൽ ബുദ്ധിമുട്ടാവോ. പക്ഷെ എനിക്ക് അതൊരു വലിയ നഷ്ടമായത്. It's a brilliant performance. As a filmmaker, എനിക്ക് എപ്പോഴും തോന്നുന്നു നമുക്ക് ഫിലിമിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, ഷൂട്ട് ചെയ്യുന്നു, അതെങ്കിൽ നമ്മൾ പറയും എല്ലാം നമുക്ക് എഡിറ്റിൽ ഒരു സാധനം ഇങ്ങനെ പിടിക്കും, എഡിറ്റും ഗ്രാഫിക്സും ആണ് നമ്മൾ ആ ഫൈനൽ ഒരു ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് ഡാൻസിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യവും അതാണ്. എന്നിട്ട് പോലും നമ്മളെ പിടിച്ചിരുത്തി എന്തെങ്കിലും ആ ടൈമിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഇമോഷൻസിനെ പിടിച്ചിരുത്തി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോയി. ഇതുപോലെ പ്രൊഡക്ഷൻസ് ചെയ്യണം. വേദിയിലേക്ക് 2 വ്യക്തികളെ കൂടി ഫോട്ടോ സെഷൻ ക്ഷണിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടനും ചേച്ചിയുമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്നലെ രാത്രിയിൽ നമ്മളെ ഈ സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ അവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന 2 വ്യക്തികളാണ്. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് 2 പേരെയും ഒരുപാട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Sujata, you want to say something? All right. And ഞാനിത് കണ്ടതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം അതാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ 1 വർഷം മുന്നേ ഇങ്ങനെ ലൈവ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഈ പെർഫോമൻസുകൾ നടന്നതിനാണ് ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 7 ആൻസേഴ്സും എഫേർട്ട് എടുത്തു. അപ്പോൾ അത് ഇവിടെ നടന്നു. ഇത് ഒരുപാട് രീതികൾ
ഞങ്ങൾക്കൊന്ന് ഓർഡർ ചെയ്യുന്നതാണ് എൻ്റെ ഇതിൽ ഉടനീളം ഉണ്ടായ ഒരാളായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സ്ത്രീക്ക് പറഞ്ഞത് നിങ്ങളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ എന്താ പറയാ, എൻ്റെ അനിയത്തി തന്നെയാണ്, അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഫാമിലിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് പ്രാക്ടീസ് സെഷൻ മുതൽ ഞാൻ കൂടെയുണ്ട്. സോ ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി വേദിയിലെ ഫോട്ടോ സെഷനാണ്. അതിലേക്ക് റെക്കോർഡിംഗ് സുരേഷ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ഈ ഒരു മൊമെന്റിൽ